ആരാധനാ സംഗീതത്തിലെ ഒരു പാട്ട് തന്നെ 8 നിറങ്ങളിൽ അല്ലെങ്കിൽ ഈണങ്ങളിൽ പാടാറുണ്ട്. എന്തുകൊണ്ട് 8 നിറങ്ങൾ? വിശുദ്ധ മാമോദീസായിൽ ഉപയോഗിക്കുന്ന ഈണം അല്ലെങ്കിൽ നിറം അല്ല വിശുദ്ധ വിവാഹത്തിലോ ഭവനവാഴ്വിലോ മരണത്തിനോ ഉപയോഗിക്കുന്നത്. ആരാധനാ സംഗീതത്തിലെ ഓരോ ഈണവും ഓരോ വൈകാരിക അനുഭൂതിയും അനുഭവവുമാണ് ആരാധനക്കാരിൽ ഉളവാക്കുന്നത്. കാലങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസൃതമായി ക്രിസ്താനുഭവത്തെ ആരാധകരിൽ പകരുകയത്രേ വിവിധ നിറങ്ങളിൽ പാടുന്നതിൻ്റെ ഉദ്ദേശം. 3 ഭാഗങ്ങളായി തിരിച്ച് സുറിയാനി സഭയുടെ ആരാധനാ ഗീതങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. ഒരേ കാവ്യരൂപത്തിലുള്ള പാട്ട് 8 ഈണങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാടുമ്പോൾ 8 ഈണങ്ങളിൽ പാടാവുന്ന ഗീതങ്ങളെ ശുഷ്മോനോയോ എന്നും ഒരേ ഈണത്തിൽ മാത്രം പാടുന്ന പാട്ടുകളെ ക്യോനോയോ എന്നും ഹാശ ആഴ്ചയിൽ മാത്രം ഉപയോഗിക്കുന്ന ഗീതങ്ങളെ ഹാശോനോയോ എന്നും വിളിക്കുന്നു. നമ്മുടെ ആരാധനയുടെ വിവിധ ഘട്ടങ്ങളിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒരു കാവ്യരൂപമാണ് ബോവൂസോ. ബോവൂസോ എന്ന വാക്കിൻ്റെ അർത്ഥം അപേക്ഷ എന്നാകുന്നു. പ്രധാനമായും 3 സഭാപിതാക്കന്മാരുടെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. മാർ അപ്രേമിൻ്റെ ബോവൂസോ, മാർ ബാലായിയുടെ ബോവൂസോ, മാർ യാക്കോബിൻ്റെ ബോവൂസോ. സുറിയാനി സംഗീതത്തെ ഏറെ ശ്രേഷ്ഠതരമാക്കിയ ഈ സഭാപിതാക്കന്മാർ എന്നും സഭാചരിത്രത്തിൽ സ്മരിക്കപ്പെടും. ഗായക സംഘം നമുക്കായി ആലപിക്കുവാനായി പോകുന്നത് മാർ അപ്രേമിൻ്റെ ബോവൂസോ ക്രമത്തിലുള്ള ഗാനങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന് വിശേഷിപ്പിക്കുന്ന സഭാപിതാവാണ് മാർ അപ്രേം. 3-ാം പതിറ്റാണ്ടിൻ്റെ അന്ത്യത്തോടുകൂടി പേർഷ്യൻ ആധിപത്യത്തിലെ മതപീഡ നിമിത്തം അദ്ദേഹം സഭയുടെ സത്യവിശ്വാസം നിലനിർത്തുവാനും പ്രചരിപ്പിക്കുവാനും വേദപുസ്തക വ്യാഖ്യാനങ്ങൾ, പ്രസംഗങ്ങൾ, പ്രാർത്ഥനകൾ, വേദശാസ്ത്ര വ്യാഖ്യാനങ്ങൾ തുടങ്ങിയവ ഗദ്യരൂപേണയും പദ്യരൂപേണയും എഴുതി അഭ്യസിപ്പിച്ചു. ബോവോസോകളിൽ 7 അക്ഷരകാലത്തിലുള്ളത് മാർ അപ്രേമിൻ്റെ ബോവോസോ എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ മോഡൽ സോങ് നിന്നുയർപ്പാൽ വിടുതൽ നമ്മുടെ പരസ്യ ആരാധന ക്രമത്തിലെ 38-ാം പുറത്തുള്ള ഗീതം, തൻ നോമ്പാൽ വിടുതൽ തന്ന എന്നീ ഗാനങ്ങളാണ് ഇതിൻ്റെ മാതൃകാ സംഗീതങ്ങളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആരാധനാ സംഗീതത്തിൻ്റെ എക്കാറ രീതി അനുസരിച്ച് 2-ാം നിറത്തിലും വലിയ പാടാവുന്നതാണ്. വലിയ നോമ്പ് നമസ്കാരത്തിൽ 14 പ്രാവശ്യം ഈ ഗാനം ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരു സംശയം ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. എന്താണ് അക്ഷരകാലം എന്നുള്ളത്? ഒരേ വരിയിൽ എത്ര വാക്കുകൾ വരുന്നു എന്നുള്ളതാണ് അക്ഷരകാലം എന്ന് പറയുന്നത്. സുറിയാനി സംഗീതം ചിട്ടപ്പെടുത്തിയപ്പോൾ ഉപയോഗിച്ച ക്രമമായിരുന്നു അക്ഷരകാലം. എന്നാൽ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ അർത്ഥം, ഭാഷാശുദ്ധി, ഈണം എന്നിവ നിലനിർത്തിയപ്പോൾ വാക്കുകൾക്ക് ചെറിയ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഗായക സംഘം നമുക്കായി ആലപിക്കുന്ന ആദ്യത്തെ മാർ അപ്രോം ബോവോസിന്റെ ക്രമത്തിലുള്ള ഗാനം നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്നതായിട്ടുള്ള വലിയ നോമ്പ് നമസ്കാരം അതിലെ പുറം 29-ലെ ഗാനം കാനാവിൽ കല്യാണ നാളിൽ. ഈ ഗാനം നോമ്പിന്റെ ആദ്യ ദിനത്തെ ഞായറാഴ്ചയിലാണ് പാടുന്നത്. രൂപാന്തരം നൽകുന്ന യേശുക്രിസ്തു എന്നുള്ളതാണ് ധ്യാന വിഷയം. ഈ ഗാനം നമ്മൾക്ക് ശ്രവിക്കാം. Oh
അപ്രേമിൻ്റെ ബോവോസോയിൽ അടുത്ത ഗാനം വലിയ നോമ്പ് നമസ്കാരം ക്രമത്തിലെ 59-ാം പുറത്തുള്ള ഗാനം തൻ ക്രൂശാൽ വിടുതൽ തന്ന എന്ന ഗാനം. തൻ ക്രൂശാൽ ചേർന്ന് പാടുന്നേ. തൻ ക്രൂശാൽ വിടുതൽ തന്ന കർത്താവേ കൃപ ചെയ്യണമേ. ഞങ്ങളെ സംരക്ഷിച്ച ശിവകാരുണ്യം ചെയ്യുക. ലാസ്റ്റ് വൺ കയറില്ലാതെ അവർ പാടുന്നു, ഞങ്ങൾ പാടുന്നില്ല. സിംഗ്. തൻ ക്രൂശാൽ വിടുതൽ തന്ന കർത്താവേ കൃപ ചെയ്യണമേ. ഏൽക്കുക നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾക്കായി നോമ്പേറ്റോനേ. മാർ അപ്രേമിൻ്റെ അരുമ ശിഷ്യനായിരുന്നു മാർ ബാലായി. സിറിയയിലെ ആലപ്പോ എന്ന സ്ഥലത്തെ കോർ എപ്പിസ്കോപ്പയായിരുന്നു ബാലായി. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളെ വർണ്ണിക്കുവാൻ സ്വതസിദ്ധമായ കവിതാ ശൈലിയും നർമ്മ ഭാവനയും ചിട്ടയായ പദവിന്യാസവും ഗാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. കൂടുതൽ ഗാനങ്ങളും 5 അക്ഷരമാല ക്രമത്തിലാണ് എഴുതിയിട്ടുള്ളത്. വലിയ നോമ്പ് നമസ്കാരത്തിൽ 12 പ്രാവശ്യം ഈ ഗാനം ആവർത്തിച്ച് വരുന്നുണ്ട്. ഗായക സംഘം നമുക്കായി അടുത്തതായി ആലപിക്കുകയും നാം പഠിക്കുവാനായും ഒരുങ്ങുന്നതായിട്ടുള്ള മാർ ബാലായുടെ ബോവോസോ ആദ്യ ഗാനം വഴിതെറ്റിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനം നോമ്പ് നമസ്കാരത്തിലെ 43-ാം പുറത്തുള്ള ഗാനമാണ്. ഈ ഗാനത്തിൽ വഴിതെറ്റിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കരുണ നിറഞ്ഞവനെ, നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതുജീവൻ നൽകണമെന്നും ഉള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനത്തിൽ നമുക്ക് പങ്കുചേരാം. പേജ് 43, വഴിതെറ്റിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച എന്ന് തുടങ്ങുന്ന ഗാനം. വഴിതെറ്റിൽ നിന്നും തന്നുടെ ക്രൂശാലേ ഞങ്ങളെ രക്ഷിച്ച ശിവകർത്താവേ, ഞങ്ങളിൽ പ്രാർത്ഥനയും നോമ്പും കൈക്കൊണ്ട് ഞങ്ങൾ
മാർ ബാലായുടെ ബോസോയിൽ അടുത്ത ഗാനം നമ്മൾ ഒരുമിച്ച് ആലപിക്കുന്നു. നോമ്പ് നമസ്കാര ക്രമത്തിൽ 218 പുറത്തുള്ള ഗാനം കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്താൽ. നാം മുമ്പ് കേൾക്കുകയും പഠിക്കുകയും ചെയ്തതായിട്ടുള്ള വഴിതെറ്റിൽ നിന്നും തന്നുടെ ക്രൂശാലി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ സെയിം ട്യൂൺ തന്നെയാണ്, ഒരേ നിറത്തിലാണ് ഈ ഗാനം ആലപിക്കുന്നത്. ദയവായി കേൾക്കുകയും ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറം 218 കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്താൽ എന്ന് തുടങ്ങുന്ന ഗാനം. മാർ ബാലായുടെ ബോവോസോയിലുള്ള ബോവോസോ ഗാനങ്ങളാണ് നാം ഇതുവരെയും ശ്രവിച്ചത്. ഗാനങ്ങൾ മനസ്സിലായി, ഗൃഹസ്ഥമാക്കി പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണ്. സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ബോവോസോ 3 സഭാപിതാക്കന്മാരുടെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. മാർ അപ്രേമിൻ്റെയും മാർ ബാലായുടെയും ബോവോസുകൾ നാം പാടിക്കഴിഞ്ഞു. ഇനിയും നാം പാടുവാനും പഠിക്കുവാനായിട്ടും പോകുന്നത് മാർ യാക്കോബിൻ്റെ ബോവോസോ ആണ്. സെറൂലെ യാക്കോബ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സുറിയാനി പണ്ഡിതനും കവിയുമായ മാർ യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ സമയവും പൗരോഹിത്യ മേൽപ്പെട്ട ശുശ്രൂഷകളോടൊപ്പം മെമ്രകളും മദറോസോകളും സൂഗീസോകളും ബോവോസോകളും രചിച്ച് പൗരസ്ത്യ സഭയുടെ ആരാധനാ സംഗീതത്തെ സമ്പുഷ്ടമാക്കി. 12 അക്ഷരക്കാലത്തിലാണ് കൂടുതൽ പദ്യങ്ങളും എഴുതിയിട്ടുള്ളത്. ഇവിടെ 3 വ്യത്യസ്ത നിറത്തിലുള്ള ഗീതങ്ങൾ ഗായക സംഘം നമുക്കായി ആലപിക്കുന്നു. മാർ യാക്കോബിൻ്റെ ബോവോസയിൽ ഒന്നാമതായി ഗായക സംഘം നമുക്കായി ആലപിക്കുന്നത് പുറം 38 മശിഹാനാഥ നോമ്പും പ്രാർത്ഥനയും എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനമാണ്. ഈ ഗാനം വിശുദ്ധ വിവാഹ കൂദാശയിൽ ഉപയോഗിക്കുന്ന ദേവാസുതനെ വലങ്കൈ നീട്ടി എന്ന ഗാനരീതിയിൽ 2ാം നിറത്തിലാണ് ഈ ഗാനം ആലപിക്കുന്നത്. ദയവായി ശ്രദ്ധിച്ച് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ഈ ഗാനത്തിൽ പങ്കാളികളാകുവാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ോ
നിന്റെ തിരുവചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകണം. അവിടുത്തെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന അടിയങ്ങളുടെ അധരങ്ങളെ തൊടണമേ. നിന്റെ ആത്മഖിന്നരമാകുവാൻ വരമരുളണമേ. നിന്റെ തുണയ്ക്കായി യാചിക്കുന്നു. മാർ യാക്കൂബ് ബോവോസയിൽ അടുത്തതായി നാം ആലപിക്കുവാൻ പോകുന്ന ഗാനം വലിയ നോമ്പ് നമസ്കാരത്തിലെ 101 പുറത്തുള്ള ഗാനം, ഈശോ നാഥ വരിക തുണപ്പാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ഈശോ നാഥ വരിക തുണപ്പാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ഇത് 4-ാം നിറത്തിലാണ് ആലപിക്കുന്നത്. ശ്രവിക്കാം, നമുക്ക് ചേർന്ന് പാടാം. മാർ യാക്കോബിന്റെ ബോവോസോയിലെ അടുത്ത ഗാനം വലിയ നോമ്പ് നമസ്കാരത്തിലെ ക്രമത്തിലെ 138 പുറത്തുള്ള ഗാനം, കർത്താ കർത്താ വിളിക്കുന്നങ്ങൾ തുണയ്ക്കായി എന്ന് തുടങ്ങുന്ന ഗാനം. യക്കാറ ഉപയോഗിച്ച് 6-ാം നിറത്തിലാണ് ഈ ഗാനം ആലപിക്കുന്നത്. പൊതു അറിവിലേക്ക്. സംഗീതം വ്യത്യസ്തമായിട്ടുള്ള ശാഖകളിൽ കേന്ദ്രീകരിച്ചാണല്ലോ അത് ക്രമീകരിച്ചിരിക്കുന്നത്. കർണാട്ടിക് സംഗീതം അതിൻ്റെ ശാക്തീകരണം എന്ന് പറയുന്നത് സ്വരസ്ഥാനങ്ങളിലാണ്, നോട്ട് പൊസിഷൻസ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഭാവം കേൾവിക്കാരിലും അത് പാടുന്ന വ്യക്തിയിലും. പാശ്ചാത്യ സംഗീതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ശാക്തീകരണം അതിൻ്റെ ഹാർമണിയിലാണ്. പേർഷ്യൻ സംഗീതം അതിലുൾപ്പെട്ടിരിക്കുന്നതാണ് നാം ഇപ്പോൾ ആലപിക്കുന്നതായിട്ടുള്ള സുറിയാനി സംഗീതം. അതിൻ്റെ സ്വരസ്ഥാനം മാത്രമല്ല, അത് ഉളവാക്കുന്നതായിട്ടുള്ള ഹൃദയത്തിൻ്റെ അനുഭവങ്ങളാണ് അതിനെ വ്യത്യസ്തം ആക്കുന്നത്. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സംഗീതത്തിലെ ഓരോ ഈണവും ഓരോ വൈകാരികമായിട്ടുള്ള അനുഭൂതിയും അനുഭവവുമാണ് ആരാധനക്കാരിൽ ഉളവാക്കുന്നത്. അത് കാലങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസൃതമായി ക്രിസ്താനുഭവത്തെ ആരാധകരിൽ പകരുകയത്രയും വിവിധ നിറങ്ങളിലും ഈണങ്ങളിലും അക്ഷരകാലങ്ങളിലും സുറിയാനി സംഗീതം പാടുന്നതിൻ്റെ ഉദ്ദേശം. നാം ഇപ്പോൾ ശ്രവിച്ച് കഴിഞ്ഞത് സഭാപിതാക്കന്മാരെഴുതിയതായ ബോവോസോകളായിരുന്നു. അടുത്ത വിഭാഗത്തിലുള്ള ഗാന കാവ്യരൂപത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സുറിയാനി സംഗീതത്തിലുള്ള മറ്റൊരു കാവ്യ രൂപമാണ്
കോലോകൾ. കോൽ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ് കോലോ എന്ന വാക്ക് ഉണ്ടായത്. ശബ്ദം എന്നാണ് അതിനർത്ഥം. ഈണത്തിന് അധികം വ്യത്യാസമില്ലാതെ ആവർത്തിച്ച് ആലപിക്കുന്ന ദൈർഘ്യമുള്ള നീണ്ട പദ്യഭാഗമാണ് കോലോകൾ. നമ്മുടെ വലിയ നോമ്പ് നമസ്കാരത്തിൽ 10-ലധികം കോലോകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് ആരാധനയിൽ 2 നിരയായിട്ടാണ് പാടുക. പല ചരണങ്ങളോട് കൂടിയതും ആദ്യത്തെ ചരണത്തിൻ്റെ ഈണത്തിന് സമാനമായി ആലപിക്കുന്ന ദൈർഘ്യമുള്ള ഗീതങ്ങളാണ് കോലോകൾ. സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് കോലോകളുടെ ഉദ്ദേശം. നമ്മുടെ ആരാധനാക്രമങ്ങളിലെ ഗീതങ്ങളുടെ തലക്കെട്ടുകളായി കൊടുത്തിരിക്കുന്ന ചില കോലോകൾ ഗായക സംഘം നമുക്കായി ആലപിക്കുന്നു. ആദ്യത്തെ കോലോ കുക്കോയോ. കുക്കോയ എന്ന വാക്ക് പൗരസ്ത്യ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും സുപരിചിതമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം കുശവൻ എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷെമുവൂൻ കുക്കായോ എന്ന സഭാപിതാവിൻ്റെ കാവ്യങ്ങളാണ് ഇവ. താൻ പാത്രം നിർമ്മിക്കുന്ന വേളയിൽ കളിമണ്ണ് രൂപപ്പെടുത്തുവാനായി ചക്രം തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും വേഗവും താളവും സമയവുമൊക്കെ കണക്കിലെടുത്ത് തെളിഞ്ഞു വന്ന കവിതകൾ കുക്കോയോ ഗീതങ്ങളായി ചിട്ടപ്പെടുത്തി. 3 വ്യത്യസ്ത നിറത്തിലുള്ള ഗീതങ്ങളാണ് ഗായക സംഘം നമുക്കായി ആലപിക്കുന്നത്. കുക്കോയോ വിഭാഗത്തിലുള്ള ആദ്യത്തെ ഗാനം നാം ശ്രവിക്കുകയും പഠിക്കുവാനായും പോവുകയാണ്. വലിയ നോമ്പ് നമസ്കാരത്തിലെ 38-ാം പുറത്തുള്ള സ്വർഗപിതാവെ കേൾക്കണമേ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള കുക്കോയോ വിശുദ്ധ വിവാഹ കുദാശയിലെ ജാതീൻ പുത്രി നീയെ സുന്ദരി എന്ന ഗാനരീതിയിൽ 7-ാം നിറത്തിലാണ് ഈ കുക്കോയോ ആലപിക്കുന്നത്. ഇടയ്ക്ക് ശുഭഹോ പാടിയതിനു ശേഷമാണ് 2-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുക എന്നത് കുക്കോയോ ഗീതങ്ങളുടെ പ്രത്യേകതയാണ്. പിതാവേ കേൾക്കണമേ, തുണ ചെയ്യുവാൻ മറ്റൊരു ജനകൻ ഇല്ലേ, നീ ഇല്ലായ്മയിൽ നിന്ന് ഉരുവാക്കി ഞങ്ങളെ. ഇങ്ങനെ ഇരിക്കെ കോപിച്ചിടരുതേ, തിരുകൽപ്പനയാചരിപ്പാനും സൽക്രിയമൂലം തിരുവിഷ്ടം നിറവേറ്റാനും പഠിപ്പിക്കാൻ ഞങ്ങളെ. ഹല്ലേലൂയ. ദയയാൽ കനിയണമേ. ആരോഗ്യമോ ശുഭമോ ലഭരോവൽ റൂഹോ കാദിശോ. രക്ഷകനേ, നിൻ വാഗ്ദാനം കാത്തിരിപ്പോർക്കായി നിശ്ചയമായി നൽകുന്നു നീ വിശ്വസിക്കുന്നടിയാ. ഈക്ഷിനി ഞങ്ങൾ നിറവാനാത്മാവേ ഹർഷമോടയച്ചും വിശുദ്ധിയിൽ വളർന്നും ജാതികൾക്കെല്ലാം സാക്ഷികളാൽ സമചടിയാറേ നീ. രക്ഷയിലന്ത്യം വരെ ഞങ്ങൾ നടപ്പാൻ കൃപ ചെയ്യുക. ഹല്ലേലൂയ. മോശെ വസിപ്പാനും. വലിയ നോമ്പ് നമസ്കാരത്തിലെ 86-ാം പുറത്തുള്ള ഗീതം ആഴ്ചയിൽ 6-ാം ദിവസത്തിൽ എത്തി തുടങ്ങുന്നതായിട്ടുള്ള ഗാനം. നമ്മുടെ ഹാസ്യാക്രമത്തിലെ ആരിടത്തിൽ പോകേണ്ടു എന്ന ഗാനരീതിയിൽ 4-ാം നിറത്തിലാണ് ഈ ഗാനം ആലപിക്കുന്നത്. നമ്മൾക്ക് ശ്രവിക്കാം, പഠിക്കാം. ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയിലാറാം
ഷെമുവൂൻ കുക്കോയോ. കുക്കോയോ എന്ന വാക്കിൻ്റെ അർത്ഥം കുശവൻ. ഷെമുവൂൻ കുക്കോയോ എന്ന സഭാപിതാവ് എഴുതിയതായിട്ടുള്ള കുക്കോയോകളാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി അടുത്ത കുക്കോയോ പാടുവാനായിട്ട് പോകുന്നത് വലിയ നോമ്പ് നമസ്കാരത്തിലെ 121 പുറത്തുള്ള വരുമേ ഈശോ ഉണർന്നിരിപ്പീൻ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനം. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ അടയാളപ്പെടുത്തുന്നതായിട്ടുള്ള ആ നാളുകളിൽ എപ്രകാരം ഒരുക്കത്തോടു കൂടിയിരിക്കണം എന്നുള്ള ആഹ്വാനവും പ്രാർത്ഥനയുമാണ്. നമ്മുടെ പരസ്യ ആരാധനാക്രമത്തിലെ പാപികളും ബലഹീനരുമാം എന്ന ഗാന രീതിയിലാണ് ഈ കുക്കോയോ ഇവിടെ ആലപിക്കുന്നത്. പാപികളും ബലഹീനരുമാം എന്നതായിട്ടുള്ള ആ ഗാനത്തിൻ്റെ കുക്കോയോ രാഗത്തിൻ്റെ അടിസ്ഥാന സംഗീതം കൂടിയാണ് പാപികളും ബലഹീനരും എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സംഗീതം. നമ്മുടെ ആരാധനാക്രമങ്ങളിലെ ഗീതങ്ങളുടെ തലക്കെട്ടുകളായി കൊടുത്തിരിക്കുന്ന ചില കോലോകളാണല്ലോ ഗായക സംഘം നമുക്കായി ആലപിക്കുന്നത്. അതിലൊന്നാമതായി നാം പാടി കഴിഞ്ഞിരിക്കുന്നത് കുക്കോയോ. കോലോയിൽ കുക്കോയോ എന്ന വിഭാഗത്തിലുള്ള ഗാനങ്ങളാണ് നാം പാടി കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത കോലോയിലെ 3 വ്യത്യസ്ത നിറത്തിലുള്ള ഗീതങ്ങൾ നാം പാടിക്കഴിഞ്ഞു. അടുത്ത കോലോ മറിയം യോൾദോസ് ആലോഹോ എന്ന കോലോയിലുള്ള ഗാനങ്ങളാണ് നാം പാടുവാനായിട്ട് ഒരുങ്ങുന്നത്. മറിയം യോൾദോസ് ആലോഹോ ഈ ഗണത്തിൽപ്പെടുന്ന കോലോ ഗീതങ്ങൾ 8 നിറത്തിൽ പാടാവുന്നതും 11 അക്ഷര കാലക്രമത്തിൽ ചിട്ടപ്പെടുത്തിയതുമായ ഈരടികളാണ്. 38 വർഷം തൻ്റെ ഊഴം കാത്ത് ആട്ടുവാതിലിൽ കിടന്നവനായ രോഗിക്ക് സൗഖ്യം കൊടുത്തവനായ കർത്താവ്, നിന്റെ വചനമാം ഉറവിൽ നിന്ന് കുളിച്ച് എഴുന്നേറ്റ് സൗഖ്യമായി കിടക്കയെടുത്ത് അവൻ നടന്നു. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ആട്ടുവാതിലിൽ കുഞ്ഞാടായോൻ എന്ന് തുടങ്ങുന്നതായ കോലോ നമ്മളുടെ നോമ്പ് നമസ്കാര ക്രമത്തിൽ 162 പുറത്തുള്ള ഗീതം. പരസ്യ ആരാധന ക്രമത്തിലെ മോറോനീശോ മശിഹായെ നിൻ എന്ന ഗാന രീതിയിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 8 നിറത്തിൽ ആലപിക്കുന്നു. ഗായക സംഘം നമുക്കായി ആലപിക്കുന്നു. വലിയ നോമ്പ് നമസ്കാര ക്രമത്തിലെ 162 പുറത്തുള്ള ഗീതം ആട്ടുവാതിലിൽ കുഞ്ഞാടായോൻ.
പതിവായി നാം ഉപയോഗിക്കുന്ന കോലോകളാണ് ഇപ്പോൾ നാം പാടിക്കൊണ്ടിരിക്കുന്നത്. പല ചരണങ്ങളോട് കൂടിയതും ആദ്യത്തെ ചരണത്തിൻ്റെ ഈണത്തിന് സമാനമായി ആലപിക്കുന്ന ദൈർഘ്യമുള്ള ഗീതങ്ങളാണ് കോലോകൾ. കോലോകളിൽ അടുത്ത വിഭാഗം യേനോനോ നൂഹറോ ശാരീരോ എന്ന കോലോ. യേനോനോ നൂഹറോ ശാരീരോ എന്ന കോലോ 8 ഈണങ്ങളിൽ പാടുവാൻ കഴിയുന്ന ഈ ഗീതങ്ങൾ ഞായറാഴ്ച പ്രഭാത നമസ്കാരത്തിലും പട്ടംകൊട ശുശ്രൂഷയിലും ഹാശ ആഴ്ചയിലെ ശുശ്രൂഷകളിലും പതിവായി ഉപയോഗിക്കുന്നു. അടുത്തതായി ഗായക സംഘം നമുക്കായി ആലപിക്കുന്നതായിട്ടുള്ള കോലോ വലിയ നോമ്പ് നമസ്കാരത്തിലെ പുറം 53 6-ാം നാൾ തൻ സാദൃശ്യത്തിൽ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനം ശ്രദ്ധിക്കുക. വലിയ നോമ്പ് നമസ്കാരത്തിലെ 53-ാം പുറത്തുള്ള 6-ാം നാൾ തൻ സാദൃശ്യത്തിൽ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള കോലോ. പരസ്യ ആരാധനക്രമത്തിലെ 1-ാം നാൾ അഗ്നിമയന്മാരും എന്ന ഗാന രീതിയിൽ 7-ാം നിറത്തിലാണ് ഈ ഗാനം ആലപിക്കുന്നത്. നമുക്ക് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടാം, പഠിക്കാം, നമ്മുടെ ആരാധനയിൽ പതിവായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. കോലോകളിൽ അടുത്ത കോലോ മുറിയോ മോറോൻ. മുറിയോ മോറോൻ എന്ന് തുടങ്ങുന്ന കോലോ 4-ഉം 7-ഉം 4-ഉം 5-ഉം അക്ഷരകാലത്തിലുള്ള വരികളുടെ പല ആവർത്തിയുള്ള അവതരണമാണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത. സ്വർഗത്തിൻ്റെ മഹിമകൾ വെടിഞ്ഞ് താഴ്ത്തി തന്നെത്താൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവേ, വിനയവും താഴ്മയും ഞങ്ങളെ പഠിപ്പിക്കണമേ. തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ പ്രഭ പരക്കട്ടെ നിന്റെ സ്തുതികൾ 1000-1000-ആയി അളവ് കൂടാതെ. ഗായക സംഘം നമുക്കായി ആലപിക്കുന്നതായിട്ടുള്ള അടുത്ത കോലോ മുറിയോ മോറോൻ എന്ന വിഭാഗത്തിൽ സ്വർഗത്തിൻ മഹിമകൾ വെടിഞ്ഞു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനം വലിയ നോമ്പ് നമസ്കാരത്തിലെ 91-ാം പുറത്തുള്ള ഗാനം. പരസ്യ ആരാധനക്രമത്തിൽ 1-ാം നാളാകും നീ ദിനത്തിൽ എന്ന ഗാനരീതിയിൽ 7-ാം നിറത്തിലാണ് ഈ കോലോ ആലപിക്കുന്നത്. നമുക്ക് ചേർന്ന് പാടാം, പഠിക്കാം. പുറം 91. മനുഷ്യരായി ക്രൂശിലെ മരണത്തെ
റിപ്പീറ്റ് ചെയ്യണോ? ഫസ്റ്റ് സ്റ്റാൻസ. സന്ദേശത്തിനായി നമ്മുടെ ഇടവക വികാരി റവറൻ ലിൻവിൻ സി തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ദീർഘമായ ഒരു ആരാധനാ ഗീതങ്ങൾ ശ്രവിക്കുന്ന ഒരു സന്ധ്യയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം ക്രമീകരിക്കുവാനായി ഗായക സംഘമെടുത്ത അവരുടെ സമർപ്പണത്തെ, സമയം വേർതിരിച്ച് പ്രാക്ടീസ് ചെയ്ത പരിശ്രമത്തെ എല്ലാറ്റിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവനമ്പരാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പാടുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന നോമ്പിൻ്റെ ആരാധനയിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരുവാനായിട്ടാണ്. ദൈവം സഹായിക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും നോമ്പിൽ നമ്മൾ പാടേണ്ടതായ ഗാനങ്ങൾ തലേ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വരികയാണ്. അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു നോമ്പ് കാലത്തിലേക്ക് തിരുസഭ പ്രവേശിക്കുകയാണ്. സഭ നോമ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുക. നോറ്റിരിക്കുക, കാത്തിരിക്കുക, ഉറ്റിരിക്കുക, കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, സമയം വേർതിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട്. സുന്ദരമായ ഒരു വാക്ക് ഞാൻ കേട്ടത്, പുതിയ ഇലകളെ സ്വീകരിക്കുവാനായി ഇലകൾ പൊഴിക്കുന്നത് പോലെയാണ് നോമ്പുകാലം. വിശ്വാസികൾ പുതിയൊരു വർഷം ജീവിക്കുവാനായി പുതുശക്തി പ്രാപിക്കുന്ന കാലമാണ്. അത് തങ്ങളെ തന്നെ, തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ധ്യാനത്തിൻ്റെയും ജീവിതാനുഭവങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിച്ച് ഒരു പുതിയ വർഷം, പുതിയ ആരാധനാ വർഷം പുതുശക്തിയോടെ ജീവിക്കുവാനായി ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. നോമ്പിലെ സാധാരണ നോമ്പ് ആരംഭിക്കുന്ന ഞായറാഴ്ച ആരാധന മധ്യേ നടക്കുന്ന ശുശ്രൂഷയാണ് ശുഭഖാനോയുടെ ശുശ്രൂഷ. ശുഭഖാനോയുടെ ശുശ്രൂഷയിലൂടെയാണ് നോമ്പ് ആരംഭിക്കുന്നത്. ശുഭഖാനോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അനുരഞ്ജനമെന്നാണ്. ആ ശുശ്രൂഷയിൽ ഈ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് സാധാരണ അത് ഞായറാഴ്ചത്തെ ആരാധനയിലാണ് ഉണ്ടാകുക. പട്ടക്കാരൻ ജനങ്ങളോട് ക്ഷമ ചോദിക്കും, ജനങ്ങൾ പട്ടക്കാരനോട് ക്ഷമ ചോദിക്കും, ജനങ്ങൾ പരസ്പരം ക്ഷമ ചോദിക്കും. ഈ പ്രാർത്ഥനകളെല്ലാം കൂടെ ചേർന്നാണ് ശുഭഖാനോയുടെ ശുശ്രൂഷ. അപ്പോൾ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഈ നോമ്പ് കാലം ആരംഭിക്കുന്നത് തന്നെ ഒരു അനുതാപത്തിനോടുകൂടെ മാപ്പിരന്നുകൊണ്ട് പരസ്പര ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലൂടെ
എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് പുതിയൊരു ജീവിതാനുഭവങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ നോമ്പ് കാലം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുക, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന കാലമാണ്. ആരോടെങ്കിലുമൊക്കെ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ ക്ഷമ ചോദിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ ഉണ്ടായ വിദ്വേഷമാകാം, ദേഷ്യമാകാം, അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയാകാം. ദൈവസന്നിധിയിൽ വന്ന വീഴ്ചകളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഒരു നോമ്പ് കാലം ആരംഭിക്കേണ്ടത്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവവചന ധ്യാനത്തിലുമൊക്കെ സമയം വേർതിരിക്കുന്ന കാലം കൂടിയാണ് ഈ നോമ്പ് കാലം. അതിലൂടെ എന്താണ് നമുക്ക് സാധിച്ചെടുക്കുവാനായിട്ട് സാധിക്കുക? ജീവിതത്തെ കുറച്ചുകൂടെ ക്രമീകരിക്കുക, ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട കാലം. അതുകൊണ്ട് ഈ നോമ്പ് കാലം അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സഭയുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് നോമ്പ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ ചോദ്യം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ സഭയുടെ ഭരണഘടന എന്ന നിലയിൽ വന്നു അന്ന് തന്നെ അവിടെ തന്നെ കർത്താവുമായി ബന്ധപ്പെട്ട എല്ലാ നോമ്പാരാധനകളും നമ്മുടെയും ആരാധന പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. ഓരോ നോമ്പ് കാലവും ജീവിതത്തെ ക്രമീകരിക്കുന്നതായിട്ടുള്ള കാലമാണ് എന്ന് ഓർത്തിരിക്കുക. പ്രകാരം ഒരു കോട്ട് വായിക്കുവാനായിട്ട് ഇടയായി. Lent is a time to transform yourself into the likeness of Christ by receiving, retaining and reflecting Jesus in your life. ക്രിസ്തുവിൻ്റെ ലൈക്നെസ്സിലേക്ക്, സ്വരൂപത്തിലേക്ക്, ആ ഭാവത്തിലേക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാലമാണ് നോമ്പ് കാലം. Lent is a time to transform yourself into the likeness of Christ by receiving, retaining and reflecting Jesus in your life. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിലൂടെ, ആ സ്വീകരിക്കുന്ന ആത്മീയത തുടരുന്നതിലൂടെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് എന്ന് പറയുന്നത്. 3 വാക്കുകളാണ് അതിനകത്ത് പറയുന്നത്. സ്പർജൻ്റെ വാക്കുകളാണ്. സങ്കീർത്തനങ്ങളുടെ ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനം എഴുതിയ വേദപുസ്തക പണ്ഡിതനാണ് സ്പർജൻ്റെ വാക്കുകളാണ്. റിസീവ് ജീസസ് ക്രൈസ്റ്റ്, റിസീവിങ്, റീറ്റെയിനിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ജീസസ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക, ആ സ്വീകരണത്തിൽ തുടരുക, ആ സ്വീകരിച്ച ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഈ മൂന്ന് വാക്കുകൾ ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കാലം ഇല പൊഴിച്ച് പുതിയ ഇലകളെ സ്വീകരിക്കുന്ന കാലമായതുപോലെ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാലമാകണം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൽ വസിക്കുന്ന, റിറ്റെയിനിങ്, ക്രിസ്തുവിൽ തുടരുന്നതായിട്ടുള്ള, റിമൈൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തുടരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാകണം. ഏറ്റവും അവസാനം പറയുകയാണ്, ഇങ്ങനെ സ്വീകരിക്കുകയും തുടരുകയും ചെയ്യുന്നതിലൂടെ എന്താണ് ചെയ്യേണ്ടത്? റിഫ്ലക്റ്റ് ജീസസ് ഇൻ യുവർ ലൈഫ്. ക്രിസ്തുവിനെ മറ്റുള്ളവർ നമ്മളിലൂടെ കാണണം. അത് നടന്നില്ല എങ്കിൽ ഇതൊരു ആചരണം മാത്രമായിട്ട് തീരും. വെറുതെ ഭക്ഷണം വെടിഞ്ഞ് നമ്മളിങ്ങനെ കൂടി വന്ന് ഒരാചരണം മാത്രമായി തീരും. എന്നാൽ നമ്മൾ ഈ നോമ്പെടുക്കുന്നതിലൂടെ നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ശൈലി, ഇതൊക്കെ മറ്റുള്ളവർ കാണുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം. ഞാൻ ധ്യാനം അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലം വളരെ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. ഒരു അനുതാപത്തിൻ്റെ മൂടാണ്, അനുതാപത്തിൻ്റെ കാലമാണ് ഈ നോമ്പ് കാലം. ദൈവസന്നിധിയിൽ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ട്, അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഈ നോമ്പ് കാലത്തിലേക്ക് ഒരുങ്ങാം. കർത്താവിനെ ഏറ്റവും സ്നേഹത്തോടെ, നന്ദിയോടെ, വിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അത് ചില ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കും, ദൈവവചന ധ്യാനത്തിന് വേണ്ടി വേർതിരിക്കും.
യാമപ്രാർത്ഥനകൾക്ക് വേണ്ടി വേർതിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ റിസീവിങ് എന്ന പ്രോസസ്സ് അല്ലെ റീട്രെയിനിങ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ സാക്ഷ്യം ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണുന്ന അനുഭവങ്ങളിലേക്ക് എത്തുവാൻ ഈ നോമ്പുകാലം ദൈവനമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. നിങ്ങൾ ഇത്രയും പേര് ഈ സന്ധ്യയെങ്കിൽ വന്നതിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ആരംഭിക്കുന്ന നോമ്പുകാലത്തിൽ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവനമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. 1930 നാം ഇപ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഹാസ്യാക്രമം നമുക്ക് ലഭിച്ചത്. ഉലശ്ശേരിൽ യൗസേഫ് മൽപ്പാൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് സുറിയാനി ഭാഷയിൽ നിന്ന് അത് വിവർത്തനം ചെയ്ത് നമ്മൾക്കായി ലഭിച്ചത്. 1974 അന്നുവരെ 11ാം പതിപ്പ് വരെ വളരെ ദൈർഘ്യമുള്ള ഒരു ഭാഷാക്രമമായിരുന്നു നാം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 1974 12ാം പതിപ്പ് വളരെ ലഘൂകരിച്ച് നാം ഇന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള തരത്തിൽ ആ പുസ്തക രൂപത്തിൽ നമ്മൾക്ക് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 11 പതിപ്പുകളിൽ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള പല ഭാഗങ്ങളും അത് വിട്ട് കളയുകയുണ്ടായി. ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ കാരണം. പ്രത്യേകിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ രാവിലെ ഉച്ചയ്ക്കുമുള്ള നമസ്കാര ക്രമങ്ങളൊക്കെയും വിട്ടുകളഞ്ഞ് 12ാം പതിപ്പ് ഇറക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നാം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷാക്രമം അപ്രകാരമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. കോലോയിലെ അടുത്ത 3 നിറത്തിലുള്ള ഗീതങ്ങളാണ് നാം വീണ്ടും പരിചയപ്പെടുവാനായിട്ട് തുടങ്ങുന്നത്. ഹാബ് ലേഹ് ഈതോ, ഹാബ് ലേഹ് ഈതോ. പ്രത്യേക വിഷയങ്ങൾക്ക് നന്ദി സൂചകമായി പാടുന്ന ഈ ഗീതങ്ങൾ 8 ഈണങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. ഘടനയിലും ഈണത്തിലും ആദ്യ 2 വരികളുടെ ആവർത്തനമാണ് 3ഉം 4ഉം വരികൾ. നിന്റെ ക്രൂശിനാലും പീഡകളാലും ഞങ്ങളെ നിന്റെ സ്വന്തമാക്കി തീർത്തു. ഞങ്ങൾ നിന്റെ വകയാണെന്നുള്ള ബോധ്യത്തിൽ ഇഹലോകത്തിൽ ജീവിക്കുവാനും നിന്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗീതം. വലിയ നോമ്പ് നമസ്കാരത്തിലെ 77ാം പുറത്തുള്ള കർത്താവെ നിന്റെ ക്രൂശാലും എന്ന് തുടങ്ങുന്നതായിട്ടുള്ള കോലോ. നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ വിശുദ്ധ ഏവൻഗേലിയോൻ വായനയ്ക്ക് ശേഷം പാടുന്ന കർത്താവെ നിന്നോടടുപ്പാൻ വിശ്വവെളിച്ചമാം എന്ന ഗാനരീതിയിൽ 8ാം നിറത്തിലാണ് ഈ കോലോ ആലപിക്കുന്നത്. ഗായക സംഘം നമുക്കായി ഈ ഗാനം ആലപിക്കുന്നു. ശ്രദ്ധിച്ച് ഗായക സംഘത്തോടു കൂടെ ചേർന്ന് പഠിക്കുവാനായിട്ട് നമുക്കും ശ്രമിക്കാം. കോലോയിലെ അടുത്ത നിറത്തിലുള്ള ഗാനം ശീഹോ നത്രഹ്, ശീഹോ നത്രഹ്. വിശേഷ അവസരങ്ങളിൽ ദൈവ കരുണാർദ്ര ഗീതങ്ങളായ ഇവ 8 നിറങ്ങളിൽ ആലപിക്കാവുന്നതാണ്. 8 വരികളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ഗാനം ആദ്യ 2 വരികളിലും 5ാമത്തെ വരിയും ഒരേ ക്രമത്തിലും ഈണത്തിലുമാണ് ആലപിക്കാറുള്ളത്. ഗായക സംഘം നമുക്കായി ആലപിക്കുന്ന നമുക്കേവർക്കും പരിചിതമായിട്ടുള്ള ഗീതം വലിയ നോമ്പ് നമസ്കാരത്തിൽ 33ാം പുറത്തുള്ള ഗാനം ഗുണവാനെ നിൻ വാതിലിൽ മുട്ടുന്നു. വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പട്ടക്കാരൻ അപ്പം മുറിച്ചുകൊണ്ട് മൗനമായി ധ്യാനം നടത്തുമ്പോൾ പാടുന്ന ഗീതമാണ് ഇത്. ദൈവിക വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന ഒരു ഭക്തൻ്റെ യാചനയാണ് ഈ ഗാനത്തിൽ പ്രതിഫലിക്കുന്നത്.
മൂന്നാം നിറത്തിലാണ് ഈ ഗീതം ആലപിക്കുന്നത്. നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് ആലപിക്കാം. കോലോയിൽ അടുത്തത് സോഹദായി അഫീസുനോയ്. നോമ്പ് നമസ്കാര ക്രമത്തിൽ 96 പുറത്തുള്ള ഗീതം ദൈവസുതന്മാരാക്കിയിടുവാൻ. വിശുദ്ധ കുർബാനയിലും വലിയ നോമ്പിലും ഹീമ നമസ്കാരത്തിലുമാണ് ഈ ഗാനങ്ങൾ ആലപിക്കാറുള്ളത്. വിശുദ്ധ കുർബാനയ്ക്കായി ദൈവജനം മുൻപോട്ട് വരുമ്പോൾ സാധാരണയായി നാം ഉപയോഗിക്കുന്ന ദൈവസുതർ നാം ആയിടുവാൻ എന്ന ഗാനരീതിയിൽ ഒന്നാം നിറത്തിലാണ് ഈ ഗീതം ആലപിക്കുന്നത്. നമ്മുടെ ആരാധനകളിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന പല കാവ്യരൂപങ്ങളിലുള്ള ഗാനങ്ങളാണല്ലോ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നാം ശ്രവിച്ചത് ബോവോസോകളായിരുന്നു. അതിനുശേഷം കോലോ വിഭാഗത്തിലുള്ള കുക്കോയോ ഗീതങ്ങൾ നാം കേട്ടു. തുടർച്ചയായി പല കോലോകളും നാം കേൾക്കുവാനും പഠിക്കുവാനും ഈ സാഹചര്യം ഉപയോഗിച്ചു. അടുത്ത വിഭാഗമാണ് എനിയോനോ. യനോ എന്ന പദത്തിൽ നിന്നാണ് എനിയോനോ എന്ന വാക്ക് രൂപപ്പെട്ടത്. പ്രതിവാക്യം ചൊല്ലുക, ഉച്ചത്തിൽ പറയുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരാൾ വാക്യം ചൊല്ലുമ്പോൾ അതിന് ഉടൻ തന്നെ പ്രതിവാക്യം ചൊല്ലുന്ന രീതിയിലാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നോമ്പ് നമസ്കാര ക്രമത്തിലെ 185 പുറത്തുള്ള ബാവ തന്നുടയോനായി എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനം, ഇത് എനിയോനോ ഗണത്തിൽ ഉൾപ്പെടുന്നതാണെങ്കിലും മലങ്കര മാർത്തോമ സുറിയാനി സഭ ഈ ഗീതത്തെ കുക്കാലോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്കായി ഗായക സംഘം ആലപിക്കുന്നു. ചേർന്ന് നമുക്ക് പാടാം. Savvy
ഇനിയോനോ എന്ന വിഭാഗത്തിൽ കർത്താവേ നിൻ ബദ്ഗാസായിൽ പുറം 28 ഗാനം. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് പട്ടക്കാരനും ശുശ്രൂഷകരും വിശുദ്ധ മധുബഹായിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരുക്ക പ്രാർത്ഥനയായ തൂയാബ ശുശ്രൂഷയിലാണ് ഈ ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇണത്തിൽ മാത്രം ആലപിക്കുന്ന ക്യോനോയോ വിഭാഗത്തിലാണ് ഈ ഗാനത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗായക സംഘത്തോടൊപ്പം നമുക്ക് പഠിക്കാം, ചേർന്ന് പാടുവാനായി ശ്രമിക്കുകയും ചെയ്യാം. പുറം 28 കർത്താവേ നിൻ ബദ്ഗാസായിൻ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗാനം. Show.